കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു പരസ്യ സംവാദവുമായി ബന്ധപ്പെട്ട് പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത് കണ്ടു മന്ത്രി വി ശിവൻകുട്ടി. അപ്പോൾ എങ്ങനെയാണ് ഈ സംവാദത്തിൽ വരിക എന്നുള്ളത്, അത് ആ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാട് ബി ജെ പി സ്വീകരിക്കുമോ? അല്ല, ബി ജെ പി സംബന്ധിച്ചോളം എവിടെ വേണമെങ്കിലും സംവാദം നടത്തുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫെൻസീവിലാവുക ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. ഞങ്ങൾ ഭരിച്ചിട്ടുള്ളവരല്ലല്ലോ. ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കോൺഗ്രസിൻ്റെ സർക്കാരുകളുടെ കാലവുമായിട്ട് താരതമ്യം ചെയ്താൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് എത്രയോ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. പക്ഷേ ഞങ്ങളൊരിക്കലും ഈ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും ഉറപ്പായിട്ടും. പക്ഷേ അതൊരു വോട്ടിന് വേണ്ടിയിട്ടുള്ളതല്ല. ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ജനങ്ങൾക്ക് വികസനം എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമാണ്. എത്ര MLA വരെ ബി ജെ പിക്ക്? അതായത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പോകുന്നത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മീഡിയ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്നാണ്. ഇത്തവണ അങ്ങനെ ആരും ചോദിക്കുന്നില്ല. കാരണം ബി ജെ പി കുറേ സീറ്റുകൾ നേടും എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അത് ഒറ്റയക്കായിരിക്കുമോ അതോ ഇരട്ടയക്കമായിരിക്കുമോ എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം നമുക്ക്.